എന്തൊരു സാധനം തെളിവ് കാണിച്ചാലേ ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളെ തെളിവ് തന്നെ കാണിച്ച് നിങ്ങളെ വിശ്വസിപ്പിക്കാം കേട്ടോ. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വയറുള്ള ആളായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല കുടവയറുള്ളവർക്ക് വേണ്ടിയിട്ടും അത്യാവശ്യം വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ വയറ് കുറയ്ക്കാനും കുറച്ച് വെയിറ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ കാര്യം തന്നെ പറയാം. എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. കാരണം നിനക്കിപ്പോൾ 7 മാസമാണോ, നിനക്കിപ്പോൾ എത്ര മാസമായി എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്ന കുറേ കൂട്ടുകാർ എൻ്റെ വീട്ടിൽ എനിക്കിട്ട പേരെന്ന് പറഞ്ഞാൽ കുട്ടിയാനാന്നായിരുന്നു കേട്ടോ. കുട്ടിയാന, അതെന്തോ കലം കമത്തി വെച്ചേക്കാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കളിയാക്കുമായിരുന്നു. കാരണം എനിക്ക് അത്രയും വയറുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ അധികം മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെഡിസിനൊക്കെ എടുത്തപ്പോഴത്തേനും അതിൻ്റെ കൊഴുപ്പടിഞ്ഞിട്ടും പിന്നെ പ്രോപ്പറായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യാതിരുന്നിട്ടും അത്യാവശ്യം നല്ലപോലെ ഫുഡ് കഴിക്കുന്നതുകൊണ്ടും നല്ല വയറായിരുന്നു കേട്ടോ എനിക്ക്. എൻ്റെ കൂട്ടുകാർ ഫോൺ വിളിച്ചിട്ട് വരെ എന്നെ കളിയാക്കുമായിരുന്നു. എനിക്ക് വർക്കൗട്ട് ഡെയിലി ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ 10 ദിവസം നടന്നു കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം നടക്കില്ല. അപ്പം അങ്ങനെ ആയിരുന്നു. അപ്പോൾ എൻ്റെ വയറ് കുറയാനായിട്ട് ഞാൻ കാണിക്കാത്ത പരിപാടിയൊന്നുമില്ല. കുറേ ഇഞ്ചി കൊണ്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ട് ഞാനിപ്പോൾ വയറിനകത്ത് എന്തെങ്കിലും മുഴയുണ്ടോ എന്ന് അറിയാനായിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഡീപ്പ് സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അൾട്രാ സ്കാൻ വരെ എൻ്റെ വയറിന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വയറ് അതുകൊണ്ടാണോ ഇനി വയറിങ്ങനെ കൂടി വന്നതെന്നൊക്കെ അറിയാനായിട്ട്. കാരണം എനിക്ക് അത്യാവശ്യം വണ്ണവും വെച്ചിട്ട് അത്യാവശ്യം വയറൊക്കെ ആയിട്ട് കാണാനായിട്ട് ഒരു തള്ള ലുക്കായിരുന്നു ഗേസ്. തള്ള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി ലുക്ക്, അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ വയറ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ വന്നിരിക്കുന്ന ഒരു വയറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രശ്നമായിരുന്നു, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയറ് ഫുള്ളായാലേ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വയറ് ഫുള്ളാവണ വരെ കഴിക്കും. കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, എണീക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വഴക്കിട്ടിട്ട് പറഞ്ഞ്, നീ ഫുഡ് കഴിക്കുന്നതിൽ കൺട്രോൾ ചെയ്യണം, വയറ് മുഴുവനും നടക്കരുത്. ഇനി ഡയറ്റ് എടുത്ത് വയറ് കുറയ്ക്കാനായിട്ട് ഒട്ടും മിക്കവർക്കും താല്പര്യം ഉണ്ടായിരിക്കില്ല അല്ലേ? എനിക്കും ഒട്ടും പറ്റാത്ത ഒരു സാധനമാണ് ഈ ഡയറ്റ് എടുത്തിട്ട് വണ്ണം കുറയ്ക്കുന്ന പരിപാടി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 3 നേരമോ 4 നേരമോ 5 നേരം ഒക്കെ ഫുഡ് കഴിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഒരിക്കലും നമ്മുടെ വയറ് നിറയുന്ന പോലെ ഫുഡ് കഴിക്കരുത്. നമ്മുടെ ആവശ്യത്തിന്, എത്ര വിശന്നാലും ആവശ്യത്തിന് മാത്രമേ കഴിക്കാവുള്ളൂ. ഫുള്ള് വയർ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നതിൽ വയറ് ഇപ്പോൾ പൊട്ടിപ്പോണ രീതിയിൽ ഒരിക്കലും കഴിക്കാതിരിക്കുക. വയറ് ഫുള്ള് നിറയ്ക്കാതെ വയറ് കുറച്ച് സ്ഥലം കാലിയാക്കിയിരുന്നു. കാരണം എന്താണെന്നറിയോ, അങ്ങനെ കാലിയാക്കി ഇടുമ്പോഴത്തേനും നമ്മുടെ വയറ് കുറഞ്ഞ് ഒട്ടി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രിക്കണം കേട്ടോ. ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ 2 നേരത്തെ ഫുഡിൽ മെയിൻ ഫുഡാണ് ചോറ്. നമ്മൾ ചോറ് 1 നേരം ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ വയറ് കുറയണം എന്നുണ്ടെങ്കിൽ 1 നേരം ആക്കി എടുക്കണം. പിന്നെ ഞാൻ നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മത്തങ്ങയുടെ കാര്യം. ഈ മത്തങ്ങ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ വണ്ണത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാനും നമ്മുടെ വയറ് കുറയ്ക്കാനും, പിന്നെ നമുക്ക് PCOD എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, PCOD ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ മത്തങ്ങ. അപ്പോൾ മത്തങ്ങയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ആദ്യം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും ചിലപ്പോൾ അതിനൊരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ കഴിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായും കഴിക്കും കേട്ടോ. അപ്പോൾ മത്തങ്ങ കറിയൊക്കെ ഒത്തിരി പേര് എരിശ്ശേരിയൊക്കെ കൂട്ടാറുണ്ട്. പക്ഷേ നമുക്ക് മത്തങ്ങ കറിയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം നമുക്ക് ഇതുകൊണ്ട് ഒരു യൂസ്ഫുൾ ആവത്തില്ല. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പച്ച മത്തങ്ങ നമ്മൾ പച്ചയ്ക്ക് കഴിക്കണം കേട്ടോ. ഇനി കാണിച്ചു തരാവേ. ഇതുപോലെ പച്ച മത്തങ്ങ നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കാം. പച്ചയ്ക്ക് കഴിക്കാൻ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത് കഴിച്ച് ശീലമായതുകൊണ്ട് എനിക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മത്തങ്ങ വയറ് കുറയ്ക്കാൻ മാത്രമല്ല കേട്ടോ, മത്തങ്ങ കൊണ്ടും 1000 ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ രോഗികളൊക്കെ ഉണ്ടല്ലോ, ക്യാൻസർ വന്നിട്ടുള്ളവർക്കൊക്കെ ഡെയിലി ഇതേപോലത്തെ ഓരോ പീസ് മത്തങ്ങ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസറിൻ്റെ കോശങ്ങളുടെ വളർച്ച തടയുന്നതിൽ ഈ മത്തങ്ങയ്ക്ക് ഒരു ഭയങ്കര പങ്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്യാൻസർ ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിന് വരുന്ന ഈ ഒരു മത്തങ്ങ കൂടി ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊഴുപ്പൊക്കെ കുറയാനായിട്ട് അടിപൊളിയാണ് ഈ മത്തങ്ങ. ഞാൻ ഡെയിലി കഴിക്കുന്നതാണ്. എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര വയറെന്ന് പറഞ്ഞാൽ ഭയങ്കര വയറായിരുന്നു. എൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് കയറിയില്ല. അതിൻ്റെ കുത്തഴിച്ചിട്ട് വയറിങ്ങനെ നമുക്ക് ബുമ്മ പോലെ നിൽക്കുമല്ലോ, അതിന് കുത്തഴിച്ചിട്ട് ഭയങ്കര ബോറായിരുന്നു. ഞാൻ പലയിടത്തും പോകത്തില്ല. ഈ ഒരു വയറും വെച്ചിട്ട് പുറത്ത് പോകാനായിട്ട് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ നല്ല ഷേപ്പ് ചെയ്ത ഡ്രസ്സൊക്കെയാണ് ഇടുന്നത്. വയറ് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് ഡ്രസ്സൊന്നും ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ വയറും ഇതേപോലെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വയറുണ്ടെങ്കിൽ സത്യം പറയില്ല, നമ്മൾ ബോയ്സിന് വയറുണ്ടെങ്കിൽ വലിയ വിഷയമില്ല. പക്ഷെ നമ്മൾ ഗേൾസിന് വയറാക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രസ്സൊക്കെ നമുക്ക് കറക്റ്റ് സൈസിലുള്ള ഡ്രസ്സൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വയറൊക്കെ ഉണ്ടെന്നുള്ളവർ ഈ ഒരു മത്തങ്ങ വാങ്ങിച്ചിട്ട് ഡെയിലി കഴിച്ചോളൂ കേട്ടോ. അടിപൊളിയാണ്, നിങ്ങളുടെ വയറ് കുറയാനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ ഡെയിലി ഒരു 3-4 വട്ടമെങ്കിലും ഒന്ന് ചെറിയ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ചോറ് മാക്സിമം കുറയ്ക്കുക, വയറ് നിറയാതെ ഭക്ഷണം കഴിക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തങ്ങയ്ക്ക് വേറൊരു ഇതുണ്ട് കേട്ടോ. നിങ്ങൾ കുട്ടി പിള്ളേരുണ്ടല്ലോ, കുഞ്ഞു പിള്ളേർക്ക് ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തി കൊടുക്കുക കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ അടിപൊളിയാണ്. മറ്റു രോഗങ്ങളൊക്കെ വരാതെ തടയാനായിട്ട് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ മത്തങ്ങയ്ക്ക് ഭയങ്കര
ഭയങ്കര ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വയറ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാലേ കുറയത്തുള്ളൂ. നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കുക ഒന്നും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കുറയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മത്തങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ എവിടെയെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ മത്തങ്ങ കാണുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് കണക്കിന് മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിച്ചോളൂ കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ശരീരത്തിന് മോശം ഒന്നും ഉണ്ടാവത്തില്ല. മത്തങ്ങ അടിപൊളി റിസൾട്ട് നിങ്ങളുടെ ശരീരത്തിനായാലും ഉറപ്പായി നിങ്ങൾക്ക് വയറ് കുറയും. എൻ്റെ വയറിപ്പോൾ നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. കാരണം അത്രയും വൃത്തികെട്ട വയറെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വയറായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കുറച്ച് ദിവസം മത്തങ്ങ 1 മാസം അടുപ്പിച്ച് കഴിച്ചിട്ട് ചെറിയ വർക്കൗട്ട് ചെയ്തിട്ട് ചോറും കുറച്ച് വയറ് ഫുഡ് കഴിയും ഒന്നും നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായി റിസൾട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം.